2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. കൊച്ചിയിൽ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മോദിയുടെ വരവിനെ തുടർന്ന് കൊച്ചിയിൽ വലിയ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ജനജീവിതം തന്നെ ആകെ സ്തംഭിച്ച ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയാണ് മോദിയുടെ തുടർന്നുള്ള പരിപാടി? ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം കടുത്ത ഗതാഗത നിയന്ത്രണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ഹൈക്കോടതി ജംഗ്ഷൻ, MG റോഡ്, രാജാജി ജംഗ്ഷൻ, കലൂർ ജംഗ്ഷൻ, കടവന്ത്ര തുടങ്ങി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് പകൽ 2 മണി മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇതോടെ കൊച്ചി കാണാനെത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കുഴങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയ എറണാകുളം ജനറൽ ആശുപത്രിക്ക് സമീപത്തെ റോഡിൽ 3 മണി മുതൽ വാഹന ഗതാഗതം നിരോധിച്ചത് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമുണ്ടായി. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞ റോഡ് ഷോ രാത്രി 7:45 തുടങ്ങിയത്. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നഗരത്തിലേക്ക് മറ്റു വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞിരുന്നു. സമീപത്തെ വീടുകളുടെ ഗേറ്റുകൾ ബാരിക്കേഡ് കൊണ്ട് കൊട്ടിയടച്ചതിനാൽ റോഡ് ഷോ കഴിയുന്നതുവരെ അവിടെയുള്ള താമസക്കാർക്ക് വീടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്ന അവസ്ഥയുമുണ്ടായി. നഗരത്തിലെ സ്കൂളുകൾക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം അവധിയായിരുന്നു. ഡേ കെയർ സെന്ററുകളും ഉച്ചയ്ക്ക് അടയ്ക്കേണ്ടി വന്നു. ഈ റോഡ് ഷോ അവസാനിച്ചതിന് ശേഷവും ഹോസ്പിറ്റൽ ജംഗ്ഷനിലും മഹാരാജാസ് ഗ്രൗണ്ട് ജംഗ്ഷനിലുമൊക്കെ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയുണ്ടായി. മഹാരാജാസ് ഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലും ഈ സമയം വലിയ തിരക്കായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോ മാത്രമാണ് ഇന്നത്തെ പരിപാടി. അത് അവസാനിച്ചു. ഇനി നാളെ രാവിലെ വളരെ നേരത്തെ തന്നെ അദ്ദേഹം നേരെ ഗുരുവായൂരിലേക്ക് പോകും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുണ്ട്. അതിനുശേഷം തൃപ്രയാറിലേക്ക് പോയി വീണ്ടും കൊച്ചിയിലേക്ക് മടങ്ങിയെത്തും. കൊച്ചിയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു പൊതു ചടങ്ങുണ്ട്. അതിനുശേഷം ആ ചടങ്ങിന് ശേഷം BJPയുടെ ഭാരവാഹിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. ശരി, KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.